ബഹുമാനപ്പെട്ട പാർട്ടിയുടെ നേതൃത്വത്തിലൂടെ എല്ലാ ജനങ്ങളുടെ ഈ പാപ്പനത്തോട് അതുപോലെ തന്നെ ബാങ്കുകളുടെ സെക്രട്ടറിമാരായ പാർട്ടിയുടെ ആരാധനായ ആശാദാസ് നമ്മുടെ സഹകരണ എല്ലാവർക്കും വിശദമായ വളർച്ച ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ 50 കൗൺസിലർമാർ തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ വരാനുള്ള കാരണങ്ങളെ സംസാരിച്ച ജനറൽ സെക്രട്ടറി വളരെ വ്യക്തമായി നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളായി തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗമായ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഒരു വിപിൻ എന്ന് പറയുന്ന CA, അതുപോലെ തന്നെ ഒരു SI അഭിഷേക് ഈ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ വട്ടിയൂർക്കാവും അതുപോലെ തന്നെ വട്ടിയൂർക്കാവിന്റെ പരിസരത്തും സമാധാനം സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് ഇലക്ഷൻ ഡ്യൂട്ടിയുടെ പേരിൽ ഇവിടെ വന്നത്. പ്രിയമുള്ളവരെ, അവർ എന്നു മുതലാണോ ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ചാർജ് എടുത്തത്, അന്നു മുതൽ ഈ തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗമായ വട്ടിയൂർക്കാവ് പ്രദേശത്തും സമാധാന അന്തരീക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്വന്തം വാർഡിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ ചെന്ന് പ്രശ്നം പരിഹാരം കാണേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തം ഒരു കൗൺസിലറിനുണ്ട്. ഞങ്ങളെല്ലാം കൗൺസിലർമാരാണ്. എവിടെയെങ്കിലും സമാധാന അന്തരീക്ഷം നശിക്കുന്നു എന്ന് കാണുമ്പോൾ അവിടെ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുവാൻ വേണ്ടി ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആ ജനപ്രതിനിധിയിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യമാണ് സുഗതൻ നടത്തിയത്. ആ സുഗതനെ 307 വകുപ്പ് അനുസരിച്ച് കേസെടുത്തിരിക്കുന്നു. കൊലപാതക ശ്രമമാണ് 307. പ്രിയമുള്ളവരെ, ഈ സുഗതൻ എന്ന് പറയുന്നത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധിക്കെതിരെ ഒരു അന്വേഷണവുമില്ലാതെ 307 കേസെടുത്ത് ഇവിടത്തെ ഉദ്യോഗസ്ഥന്മാർ, നമുക്കറിയാം ഇവിടെ സ്ഥിരമായിട്ട് ഈ CIയും അതുപോലെ തന്നെ SIയും ഇവിടെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. ഇരിക്കാനും പറ്റില്ല. കാരണം ഇനി 2-3 ദിവസം മാത്രമേ ഇവർക്ക് ഇവിടെ പോകാനുള്ളൂ. പക്ഷേ ഇരിക്കുന്ന കാലം ഞാൻ എന്തോ ആണ് എന്ന് കാണിക്കുവാൻ വേണ്ടി ഞാൻ CI ആണ്, ഞാൻ SI ആണ്. ഞാൻ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. ചില സിനിമയിലൊക്കെ സുരേഷ് ഗോപിയൊക്കെ വന്ന് ഇറങ്ങുന്ന സീന്. സ്വന്തമായി സുരേഷ് ഗോപി ആകുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് നമ്മുടെ CI. പ്രിയമുള്ളവരെ, ഇന്നലെ എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിനെതിരെ ഒരു കേസുണ്ട്. ആ കേസുമായി വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന്റെ പരിധിയുള്ള കേസുമായി ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. ഹൈക്കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി നിയമപരമായി സുഗതൻ സമീപിച്ചു. പ്രിയമുള്ളവരെ, ആ കേസ് നടക്കുന്ന സമയത്ത് കോടതി പറഞ്ഞു 10 ദിവസത്തെ സമയം തരുന്നു. നിങ്ങൾ സ്റ്റേഷനിൽ ഹാജരാകണം. സുഗതന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ചിക്കൻ ബോക്സ് പിടിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. ആ ചികിത്സയിൽ കുറച്ച് സമയം കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ വീണ്ടും റിട്ട് സമർപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 3 ദിവസത്തെ സമയം കൊടുക്കാതിരിക്കുവാൻ വീട്ടിൽ അതിക്രമിച്ച് കയറി. പ്രിയമുള്ളവരെ, ഒരാളിനെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ഇത്തരത്തിലാണോ കസ്റ്റഡിയിൽ എടുക്കേണ്ടത്? 2-3 പോലീസുകാർ ആദ്യം ആ വീടിന്റെ പരിസരത്ത് കറങ്ങി അകത്ത് കയറി ഒരു ഗുണ്ടയെ പെരുമാറുന്നത് പോലെ, ഒരു സാമൂഹ്യ വിരുദ്ധനെ പെരുമാറുന്നത് പോലെ സുഗതന് നേരെ അക്രമം അഴിച്ചു വിട്ടു. അദ്ദേഹത്തിന് വേണ്ടി മാത്രമാണോ? അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരൻ
എന്തിനേറെ പറയുന്നു, 14 വയസ്സുള്ള കുട്ടിയുടെ നേരെ രണ്ടെടുത്ത് പോക്കെടുത്ത് വെടിവെക്കുകയാണ്. അത് ആ കുട്ടിയുടെ നേരെ തോക്ക് ചൂണ്ടുകയാണ്. ഇതാണോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ? പ്രിയമുള്ളവരെ, ആ തോക്ക് ചൂണ്ടിയ ആ കുട്ടിക്ക് 14 വയസ്സ് മാത്രമുള്ള നമ്മുടെ സുഗതന്റെ മകൻ ഇന്നും ഭയത്തോടെയാണ്. മറ്റു പോലീസുകാരെയല്ല, സാധാരണക്കാരെ കാണുമ്പോൾ ഇന്നിപ്പോ ഭയത്തോടെയാണ് ആ കുട്ടി. അവരുടെ മാനസിക നില തന്നെ പരിഭ്രാന്തികൾ സൃഷ്ടിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ സമാധാനം സൃഷ്ടിക്കുവാൻ വേണ്ടി, ഇവിടെ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി ഇവിടെ എന്ത് അക്രമമാണ് ഇവിടെ നടന്നത്? ഈ വട്ടിയൂർക്കാവും പ്രദേശത്തും ഏതെങ്കിലും തരത്തിലുള്ള അക്രമം നടന്നിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള സ്വൈര ജീവിതം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? എന്തിനാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിൽ പെരുമാറുന്നത്? എന്തിനാണ് സിഐയും അതുപോലെ തന്നെ SIയും ഇത്തരത്തിൽ പെരുമാറുന്നത്? ഇത് കണ്ട ഇതുപോലുള്ള നിരവധി ഉദ്യോഗസ്ഥന്മാരെ കണ്ടവരാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ. ഞങ്ങൾ കൗൺസിലർമാരായത് അങ്ങ് ഓട് പൊളിച്ചു വന്നവരല്ല. ഞങ്ങളുടെ കൂടെയുള്ള കൗൺസിലർമാരെ നേരെ ഇത്തരത്തിലുള്ള പ്രവണതകൾ കാണിക്കുകയാണ് എങ്കിൽ നമ്മുടെ ഇവിടത്തെ വിപിനും അതിൽ അഭിഷേകും ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളൊക്കെ ചെറുപ്പക്കാരനാണ്. നിങ്ങൾ ഇനി ഒരുപാട് ഈ ജോലിയെടുക്കേണ്ടവരാണ്. കേരള സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലിയെടുക്കേണ്ടവരാണ്. ഭാരതീയ ജനതാ പാർട്ടി പഴയ പാർട്ടിയല്ല. ഭാരതീയ ജനതാ പാർട്ടി പഴയ പാർട്ടിയല്ല. ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ മുക്കിലും മൂലയിലും പടർന്ന് പന്തലിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. നിങ്ങൾക്ക്, ചെറുപ്പക്കാരായ നിങ്ങൾക്ക് സ്വൈരമായി ഇതല്ലെങ്കിൽ വേറൊരു സ്റ്റേഷനിൽ പോയി ജോലി എടുക്കേണ്ട സഹോദര എന്ന് തന്നെ പറയുന്നു. ഞങ്ങളുടെ പാരമ്പര്യം അതാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഏത് സ്റ്റേഷനിൽ പോയി പണിയെടുത്താലും നിങ്ങളുടെ പിന്നിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഉണ്ടാകും എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വൈരമായിട്ട് സമാധാനപരമായിട്ട് നിങ്ങൾക്ക് തൊഴിലെടുക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ നിങ്ങൾ അവസാനിപ്പിക്കണം. BJP കേരളത്തിൽ മാത്രമല്ല, മികച്ച CA ആണ്. ഇനി ഒരു IPS-ഉം IAS ഒക്കെ എടുത്ത് ഇവിടെ ഭരണം നടത്തേണ്ടവരാണ് നിങ്ങൾ. പ്രിയമുള്ളവരെ, നിങ്ങൾക്കുമുണ്ട് കുട്ടികൾ, നിങ്ങൾക്കുമുണ്ട് ഭാര്യ, നിങ്ങൾക്കുമുണ്ട് സഹോദരങ്ങള്. നിങ്ങളുടെ സഹോദരന്റെ മുന്നിൽ വെച്ച്, നിങ്ങളുടെ കുട്ടിയുടെ മുന്നിൽ വെച്ച് ഇത്തരത്തിലുള്ള പ്രവണത കാണിക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കണം. CI ആയിരുന്നാലും SI ആയിരുന്നാലും താൽക്കാലികമായി ഇവിടെ ജോലിയെടുക്കാൻ വന്നവരായിരുന്നാലും ഇനി സ്ഥിരമായി ജോലിയെടുക്കേണ്ടവരാണ്. പല സ്റ്റേഷനുകളിലും സ്ഥിരമായി ജോലിയെടുക്കേണ്ടവരാണ്. സ്വൈരമായിട്ട് അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് സ്വൈരമായി BJP-ക്കാരെ, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലെ സംഘപരിവാർ പ്രസ്ഥാനത്തിൽപ്പെട്ടവരെ അവരുടെ വ്രണപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പണിയെടുക്കുവാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ഈ സിയോട് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പലതരത്തിലുമുള്ള പല സ്റ്റേഷനുകളും തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരത്ത് പല സ്റ്റേഷനുകളുമുണ്ട്. ആ സ്റ്റേഷനുകൾ, നിരവധി സ്റ്റേഷനുകൾ ആളുകൾക്കും വീട്ടുവേലയ്ക്ക് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയിൽ സംഘപരിവാർ പ്രസ്ഥാനത്തിൽപ്പെട്ട പ്രവർത്തകരെ അവർക്ക് നേരെ ഈ തരത്തിലുള്ള പ്രവണതകളും വച്ചുകൊണ്ട് ഇനി ഒരു സ്റ്റേഷനിലും നിങ്ങൾക്ക് ജോലി ചെയ്യുവാൻ സാധ്യമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പറയുന്ന ഈ സമര പരിപാടി ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം.